ജിൻഡോയുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് എത്ര പെർഫെക്റ്റ് ആണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ ആക്ടിവിറ്റിയിൽ നമ്മൾ ജിൻഡോ സെലക്ട് ചെയ്യുന്നത് ജാസ്മിനെയാണ്. ജാസ്മിൻ്റെ ചാർജ് തീരെ കുറവാണ് എന്നാണ് ജിൻഡോയുടെ അഭിപ്രായം. നമുക്കറിയാം നെഗറ്റീവ് പ്ലേ ആണ് ജാസ്മിൻ കളിക്കുന്നതെങ്കിലും ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയറാണ്. പ്രേക്ഷകരിൽ വല്ലാത്ത നെഗറ്റിവിറ്റി ജാസ്മിൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ജിൻഡോ പറഞ്ഞ അഭിപ്രായത്തിനോട് 100% യോജിക്കാൻ നമുക്ക് പറ്റും. കാരണം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള നല്ല ഗെയിം പ്ലാനുള്ള ഒരാളായിരുന്നു നമ്മുടെ ജാസ്മിൻ. പക്ഷേ ഗബ്രി എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ 24 മണിക്കൂറും ഇരുന്ന് പല ഗോഷ്ഠികളും കളിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജാസ്മിന് ഒരു സ്ട്രോങ് പ്ലെയർ ആവാൻ ഇതിൽ കഴിയാത്തത്. ആ ഒരു നിരീക്ഷണം അത് ജിൻഡോ വളരെ വ്യക്തമായിട്ട് ആ ഒരു ആക്ടിവിറ്റിയിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. ഗബ്രി കാരണം ജാസ്മിൻ്റെ ചാർജ് വളരെ ലോയിലാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ബിഗ് ബോസ് സീസൺ 6 വിന്നറാവാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ജാസ്മിൻ എന്നാണ് അവിടെ നമ്മുടെ ജിൻഡോ പറയുന്നത്. നമുക്കറിയാം ജിൻഡോയും ജാസ്മിൻ തമ്മിൽ ഒരുപാട് ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. പരസ്പരം കാണുമ്പോൾ തന്നെ അവർ രണ്ടും കീരിയും പാമ്പും പോലെയാണ്. പക്ഷേ എന്നിരുന്നാലും ജാസ്മിനെക്കുറിച്ച് ഇങ്ങനെയൊരു കമൻറ്റ് പറയാൻ കാണിച്ച ജിൻഡോയുടെ മനസ്സ് അതൊരു ശുദ്ധമായിട്ടുള്ളൊരു മനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.